Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കോൺവെർസേഷനിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പല സജഷൻസും വെക്കാറുണ്ട് അല്ലേ. ആ സമയത്ത് നമ്മൾ ഐ തിങ്ക് എന്ന സ്റ്റാർട്ടിംഗ് ഫ്രേസാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി നമ്മൾക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ വരികയാണ്, ഒരു കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് സജഷൻസ് വെക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ സ്റ്റാർട്ടിംഗ് ഫ്രേസ് മാത്രം യൂസ് ചെയ്യുന്ന അത്ര രസമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് ഐ തിങ്ക് പോലെ തന്നെ സജഷൻസ് പറയുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് പഠിക്കാം കേട്ടോ. സോ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പാർട്ട് എടുത്തിട്ടുണ്ട്, അതായത് ഈ സെൻറ്റൻസ് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗം. ഇപ്പം നമ്മൾ മീറ്റിങ്ങിൽ പറയാൻ പോവുകയാണ്, സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മളൊരു സജഷൻ വെക്കാണ്, നമ്മളുടെ ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ അത് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഒരു ആഡ് ഓൺ ആയിരിക്കും. അപ്പോൾ അതൊരു സജഷനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് നമ്മളുടെ അതിനുള്ള സ്റ്റാർട്ടിങ് ഫ്രേസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് വെച്ച് തന്നെ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ തിങ്ക് സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രൊജക്റ്റ്. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതേപോലെ കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് നമുക്ക് ഐ അസ്യൂം എന്ന് പറയാം. ഐ അസ്യൂം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഒരു ഊഹം വെച്ചിട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയാണ് നമ്മൾ ഐ അസ്യൂം പറയുന്നത്. ഓക്കെ, ഐ അസ്യൂം starting a new course would be an add-on to our project. Okay, ഇനി I consider എന്താ? ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു അർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, I consider starting a new project to be an add-on to our project. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ഫ്രേസസ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സെൻറ്റൻസ് കുറച്ച് മാറും കേട്ടോ. ഇവിടെ ഇപ്പം I consider starting a new course to be an add-on to our project എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു മൈ വ്യൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട്, അക്കോർഡിംഗ് ടു മൈ വ്യൂ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രൊജക്റ്റ് ഓർ സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രൊജക്റ്റ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? വുഡ് ബി ആഡ് ചെയ്തു. ഓക്കെ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യം വെച്ചിട്ട്, കാരണം നമ്മളിവിടെ അക്കോർഡിംഗ് ടു മൈ വ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ശരി. അടുത്തത് ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ. ഞാൻ പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായം എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതിൽ ഏത് ഫ്രേസ് യൂസ് ചെയ്താലും നമ്മൾ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പം ആസ് ഫാർ എസ് ഐ, പക്ഷെ നമ്മൾ ഒരു കോൺഫറൻസിലിരിക്കുമ്പം ഒരു 5-8 ആൾക്കാരുണ്ട്, എല്ലാവരും ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുവാണെങ്കിൽ കേൾക്കാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഒരേ മീനിങ് തന്നെയാണ് ഇവർക്കെല്ലാം വരുന്നത്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട്, കുറച്ചുകൂടിയും പ്രൊഫഷണലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെയായിരുന്നു അല്ലേ. ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ. ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ എന്ന് പറയുന്നത് എന്താ? ഞാൻ പറയുകയാണെങ്കിൽ, ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ, സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇൻ മൈ ഒപ്പീനിയൻ എഗെയിൻ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് തന്നെയാണ്. ഓക്കെ, ഇൻ മൈ ഒപ്പീനിയൻ. അപ്പം ഞാൻ അവിടെ ഒരു പേഴ്സണൽ ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻ ആർ ഒപ്പീനിയൻ നമ്മളത് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ എന്നുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആസ് ഫാർ എസ് വി ക്യാൻ ടെൽ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ആർ വ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ശരി, ഇൻ മൈ ഒപ്പീനിയൻ സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു ആർ പ്രൊജക്റ്റ്. ഓക്കെ, അടുത്ത എന്താ? ആസ് ഫാർ എസ് ഐ ക്യാൻ സീ. ആസ് ഫാർ എസ് ഐ ക്യാൻ സീ ഇച്ചിലൂടെ നമ്മളൊരു കുറച്ച് പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മളിങ്ങനെ ഒരു ദീർഘവീക്ഷണം വെച്ചിട്ടൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ആസ് ഫാർ എസ് ഐ ക്യാൻ സീ, നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റിലേക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആസ് ഫാർ എസ് ഐ ക്യാൻ സീ എടുക്കുന്നത്. സോ ആസ് ഫാർ എസ് ഐ ക്യാൻ സീ സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രോജക്റ്റ്. ഇനി എന്താ? ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ്. ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ പറയില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് എന്നുള്ള പോലെ നമ്മൾ പറയില്ലേ, അതിന് വേണ്ടിയാണ് നമുക്ക് ആസ് ഫാർ എസ് ഐ ആം കൺസേൺഡ് പറയുന്നത്. ഇപ്പോൾ ഒരേ കാര്യത്തെപ്പറ്റി നമ്മളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും അല്ലേ. അപ്പം നമ്മുടേത് പേഴ്സണലായിട്ട് നമുക്ക് എടുത്ത് പറഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണുള്ളെങ്കിൽ ആസ് ഫാർ എസ് ഐ ആം കൺസേൺഡ് ഐ തിങ്ക്, അല്ലെങ്കിൽ ആസ് ഫാർ എസ് ഐ ആം കൺസേൺഡ് സ്റ്റാർട്ടിങ് എ ന്യൂ കോഴ്സ് വുഡ് ബി ആൻ ആഡ് ഓൺ ടു അവർ പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. കാരണം എന്താ? അതെൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ വീക്ഷണം അനുസരിച്ച് ഞാൻ പറയുകയാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില ഫ്രേസസ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ മീറ്റിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ക്ലാസ്സസിലൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ടീച്ചേഴ്സ് ഒരു കാര്യം ഇട്ട് തന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള
സ്റ്റാർട്ടിങ് ഫ്രേസസ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസ് മീറ്റിംഗ്സിൻ്റെ ഒക്കെ ഒരു മെയിൻ ഫാക്ടർ എന്താ, നമുക്ക് അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ അത്ര ഇംപ്രസീവ് ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രേസസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടി ഒരു ഗുമുണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ ഫ്രേസസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയും കൂടിയാണ് ഞാനൊരു എക്സാമ്പിൾ യൂസ് ചെയ്തത്. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. യു ക്യാൻ ജോയിൻ അവർ ഫാമിലി. ഓക്കെ, അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇതുപോലത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. English Mithra. Stop worrying, start learning.